ഐഷ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില യാത്രകൾ ഉണ്ടാവില്ലേ, അതുപോലൊരു യാത്രയാണ്. അപ്പം നമുക്ക് കുറച്ച് കർണാടക പാട്ട് കേൾക്കാം. ഇതാണ് കർണാടക ഡിസ്ട്രിക്റ്റിലെ മാംഗ്ലൂരിൽ നെല്ലിയാടി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. സോ നമ്മൾ ഗ്രാമം എന്നൊന്നും പറയാൻ പറ്റില്ല, ഷോപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഗ്രാമം എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടേക്ക് പോകുന്ന റൂട്ട് ജസ്റ്റ് കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോണത്. ഫുള്ള് കൃഷിയാണ്. അപ്പോൾ സോ നമ്മൾ കാടാണ് ഇനി ഫുള്ള് പോണത്. ഒരു 10 or 15 മിനിറ്റ്സോളം കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഈ റോഡിലൂടെയാണ് നമ്മൾ കാർ ഫുള്ള് സഞ്ചരിച്ചത്. നല്ല രസമാട്ടോ. കാറിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടൊക്കെ വെച്ച് വിൻഡോ ഒക്കെ ഒന്ന് ജസ്റ്റ് താഴ്ത്തി നല്ല തണുത്ത കാറ്റടിച്ചിട്ട് ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ അപ്പം നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. സോ വീടെത്തി, വീടിൻ്റെ ഉള്ളിലേക്കുള്ള ഗേറ്റ് കടന്നു. സോ വീട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട് കാണാൻ വന്നതിനേക്കാളും കൂടുതൽ നാട് കാണാനാണ് വന്നത്. സോ വീടെത്തി ഗൈസ്. വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഫസ്റ്റ് കയറിയപ്പോഴേ ഇഷ്ടമായി. ഇനി അതിൻ്റെ സറൗണ്ടിങ്സ് എന്ന് വെച്ചാൽ ഫുൾ അരിക്കനിട്ടാണ്. അതായത് അടക്ക, മലപ്പുറത്ത് അടക്ക എന്ന് പറയുമ്പോഴും അടക്കത്തോട്ടാണ്. അത് ഭയങ്കര ഫെമിലിയറാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഒരു വീടിന് ചുറ്റും അടക്കാത്തോട്ടുള്ളത് ഭയങ്കര രസമല്ല. എൻ്റെ കണ്ണിൽ പിന്നെ പെട്ടൊരു സാധനം കേട്ടോ, ഈ റംബൂട്ടാൻ. പെട്ടെന്നാണ് എൻ്റെ കണ്ണിലത് പെട്ടെന്ന്. അപ്പോൾ ഞങ്ങൾ റംബൂട്ടാനും പറിച്ച് അടുക്കത്തോട്ടമൊക്കെ കണ്ട്. ഇത് വീട്ടിലെ കുട്ടിയാണ് കേട്ടോ. സോ നമ്മൾ കുട്ടീനെ കളിപ്പിച്ചു. അതുപോലെ എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാനായിട്ട് മരത്തുനിന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ പറിക്കണതും ഇതുപോലെ വീട്ടിൻ്റെ മുന്നിൽ ഞാൻ കാണുന്നതും കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റബ്ബർ ഷീറ്റാക്കണ പരിപാടി. റബ്ബറിൻ്റെ ലാറ്റക്സ് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡേർട്ട് റിമൂവ് ചെയ്ത് അതിലേക്ക് ഒരു ആസിഡ് മിക്സ് ചെയ്തിട്ട് പിന്നീട് മെഷീനിക്ക് റോൾ ചെയ്ത് ഷീറ്റാക്കി ഡ്രൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഷീറ്റിലേക്കുള്ള പ്രോസസ്സെന്ന് ഒരു സ്കൂളിൽ പഠിച്ചൊരു അറിവൊക്കെ മിനിമം എനിക്കുണ്ട്. പക്ഷേ നമ്മൾ നാട്ടിലൊന്നും ഇല്ല കേട്ടോ. പിന്നെ അടുക്കൻ്റെ ഒരു കവർ ചെയ്തിരിക്കണം. അതൊക്കെ ഏത് വീട്ടിലും കൃഷിയുള്ള വീട്ടിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ എനിക്ക് സറൗണ്ടിങ്സ് ഭയങ്കര ഇഷ്ടമായി. പപ്പായ, മുരിങ്ങ, അങ്ങനത്തെ മീൻസ് കോമൺ ആയുള്ള സംഭവമൊക്കെ എൻ്റെ വീട്ടിലുണ്ട്, മീൻസ് എൻ്റെ നാട്ടിലുണ്ട്. അതുകൊണ്ട് എനിക്കത് വലിയ പുതുമ ഉള്ളതല്ല. പക്ഷെ എന്നാലും ഒരു നല്ല തണുത്ത മഴയിൽ അതൊക്കെ കാണുമ്പോൾ നല്ല രസമാട്ടോ. വീട്ടിൻ്റെ മുന്നിലിരുന്ന് നല്ല പഴംപൊരിയും ചായയും കൂടി കുടിച്ചാൽ ഉഷാറ്. ശരിക്കും നമ്മളപ്പോൾ ഒരു പഴംപൊരിയും ചായയും കുടിച്ചിരുന്നു. വായും ഓലയും അതുപോലെ തന്നെ കവുങ്ങൊക്കെ വളരെ ഒരു ഗ്രാമീണ ഭംഗി നൽകുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ ആർക്കായാലും ഇഷ്ടപ്പെടുന്നു. അതാണ് ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സോ ഇനി നമ്മൾ പോകുന്നത് ഇവിടെ തൊട്ടടുത്ത് ഒരു റംബൂട്ടാൻ്റെ ഫാമുണ്ട്. ഇതൊരു ഫാമിലി ഫാമാണ് കേട്ടോ. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് റംബൂട്ടാൻ്റെ ഫാമിലേക്ക് പോകുന്നത്. പിന്നെ മാത്രമല്ല മരത്തുനിന്ന് ഞാൻ ഡയറക്റ്റ് പിക്ക് ചെയ്ത് കഴിക്കുന്നതും ഫസ്റ്റ് ടൈമാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പം അതിൻ്റെ വില പോലെ തന്നെ 1-2 പീസായിരിക്കും നമുക്ക് എന്തായിരിക്കാം കിട്ടുക. പക്ഷെ ഇന്ന് അങ്ങനെയല്ലേ. ഇനി റംബൂട്ടാൻ ഇങ്ങനെ താഴെ വരെ എടുക്കണുണ്ട്. അതാരും എടുക്കാനില്ല എന്ന് പറഞ്ഞ അവസ്ഥ ആയിപ്പോയി. അപ്പോൾ ഞാനൊന്ന് പിക്ക് ചെയ്തു. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കി. ഇറ്റ്സ് വെരി ഗുഡ്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് അപ്പം തോന്നിയിട്ടുണ്ട്. നല്ല മധുരം. ഞാൻ ആക്ച്വലി ഫാമിൽ ഇത്ര മധുരം ഉണ്ടാവില്ല എന്നാണ് എക്സ്പെക്റ്റ് ആക്കിയത്. പക്ഷേ നല്ല മധുരം ഉണ്ട്. നെക്സ്റ്റ് നമ്മളൊരു നാടിനറിയണമെങ്കിൽ അടുത്ത ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കും അല്ലേ. അതുപോലെ ഒരു വാട്ടർഫാളാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. വാട്ടർഫാളും നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അന്ന് മഴയുള്ള ദിവസമായിരുന്നു. സോ വെള്ളം ഉണ്ടായിരുന്നെങ്കിലും നമുക്കത്ര പേടിക്കണ വാട്ടർഫാളൊന്നുമല്ല. നമുക്ക് നന്നായി എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. ഞങ്ങൾ ഗേൾസ് ചെയ്തു. സോ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിട്ടോ. ബായ്.